ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു ട്രിപ്പ് ആയാലോ? എങ്ങോട്ടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്വാതിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ട്രെയിനൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന ടൈമിൽ കുറച്ച് നേരം നമ്മൾ ബിഗ് ബോസ് ഒക്കെ കണ്ടിരുന്നു. വലിയ അഡിക്റ്റ് അല്ലെങ്കിൽ പോലും നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അങ്ങനെ ട്രെയിനൊക്കെ വന്ന് ജേണി കുറച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്വാതി നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ യാത്രയുടെ ഇടയിൽ നമ്മളൊരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലക്ഷദ്വീപിലുള്ള ഒരാളാണ്, ആളൊരു റിട്ടയർഡ് അധ്യാപകനാണ്. ആളുടെ വൈഫും കൂടെ ഉണ്ടായിരുന്നു. എന്താ ഹോസ്പിറ്റലിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് വന്നതാണ്. അങ്ങനെ നമുക്ക് ക്യൂരിയോസിറ്റി ലക്ഷദ്വീപിനെ പറ്റിയിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ ആളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൾ പറഞ്ഞ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നാട്ടിലുള്ള പോലെ കുറേ പ്രശ്നങ്ങളോ വഴക്കോ കേസോ ഒന്നും അവിടെ അങ്ങനെയില്ല. ഇവിടുന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണെന്നാണ് പറഞ്ഞത്. ഭയങ്കര സമാധാനമുള്ളൊരു സ്ഥലം. അങ്ങനെ അവിടുത്തെ കുറേ കഥകളൊക്കെ പറഞ്ഞ് സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തിയപ്പം ആളോട് ബായി ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഒരു ഓട്ടോ പിടിച്ചിന് വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തുഞ്ചൻപറമ്പിലെ പരിപാടി കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ എത്തുന്ന സമയത്ത് തുഞ്ചൻപറമ്പിൽ ആൾക്കാരൊക്കെ പോകുന്ന ടൈമായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി, അത് കഴിഞ്ഞ് പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.